സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഈ വിവാദം അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഒരു പ്രശ്നം എവിടെ അവസാനിക്കുകയാണ്. മുഖ്യമന്ത്രി തന്റെ അഭിമുഖത്തിൽ, റെക്കോർഡ് ചെയ്യപ്പെട്ട അഭിമുഖത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നയാളല്ല മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവിടെ തെറ്റായ രീതിയിൽ കാര്യം വന്നു. ആ വന്നത് നിർവ്യാജമായി ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഹിന്ദു പത്രവും പറഞ്ഞു. അവിടെ അവസാനിപ്പിക്കുക ഇത്തരത്തിലൊരു പ്രശസ്തി ഇല്ല. മുഖ്യമന്ത്രി അങ്ങനെ ഞങ്ങളൊന്നും ആവില്ലേ. എസ് കെ സജീഷ്, അല്ല ഒന്ന് കേൾക്കൂ. എന്റെ ചോദ്യം ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന വളരെ വളരെ ഏറ്റവും ലളിതമായ ചോദ്യം. നാടിനെ കുട്ടിച്ചോറാക്കാൻ നമ്മൾ ഒരുമിച്ച് എതിർത്തവരാണ്. ഇവിടെ ഇടത് ജിഹാദി കൂട്ടുകെട്ട്, ഇവിടെ ഇതൊരു ഭീകര സംസ്ഥാനമാണ്, ഇവിടെ നടക്കുന്നത് മുഴുവൻ അങ്ങേയറ്റം വൃത്തികെട്ട പണികളാണ് എന്ന ഒരു നറേറ്റീവ്, എന്ന ചിത്രീകരണത്തിന് ഓശാന പാടി ദാസ്യപ്പണി ചെയ്ത് ഷൂ നക്കി അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ പറയുന്ന ഹിന്ദു ദിനപത്രം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ഈ പറയുന്ന PR ഏജൻസിയും ഈ പറയുന്ന സുബ്രഹ്മണ്യനും. എങ്കിൽ അവർക്കെതിരെ അന്വേഷണം വേണോ, നടപടി വേണോ? അത് ഹിന്ദുവിന്റെ ചുമതലയാണോ സജീഷ്? അടിപൊളി. പറയാം. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോഴേക്ക് ഞാൻ പത്രം വായിക്കാറില്ല, എനിക്ക് യാതൊരു രീതിയിലുള്ള അറിവില്ല എന്ന രീതിയിലൊക്കെ സ്ഥാപിച്ചു വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. താങ്കളായിരിക്കും വളരെ മികച്ചയാൾ എന്ന് ഞാൻ സമ്മതിച്ചു വെച്ചുകൊണ്ട് എനിക്ക് എന്റെ കാര്യങ്ങളിലേക്ക് കടക്കാമല്ലോ. താങ്കൾക്ക് അത്രയും അറിവുള്ള, അറിവിന്റെ നിറഗോപുരമായ താങ്കളുടെ മുന്നിൽ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന്, ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ, ഞാൻ അത് മാത്രമേ വായിക്കാറുള്ളൂ എന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ അത് മാത്രമേ വായിക്കാറുള്ളൂ. ആയിക്കോട്ടെ, അത്രയ്ക്കെങ്കിലും ഗുണം എനിക്കുണ്ടാകുമെന്ന് കൂട്ടിക്കോ. പണ്ട് EMS ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പഴയ കാലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്നെ പറ്റി നല്ലത് എന്തെങ്കിലും നിങ്ങൾ ഉൾപ്പെടെയുള്ള, ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ എന്ന് പറയേണ്ടി വരും, പണ്ട് മാതൃഭൂമി മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, എന്നെ പറ്റി എന്തെങ്കിലും നല്ലത് പറഞ്ഞു കണ്ടാൽ പ്രിയപ്പെട്ട സഖാക്കളെ എനിക്ക് തെറ്റുപറ്റി എന്ന് കരുതിക്കൊള്ളൂ എന്ന്. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പറ്റി നല്ലത് പറയുമ്പോൾ സുബ്രഹ്മണ്യന് ശമ്പളം കൊടുക്കുന്ന നാഗ്പൂരിൽ നിന്നാണോ എന്ന് അന്വേഷിക്കണോ സജീഷ്? കുറിച്ചാണ് പറഞ്ഞത്, എന്നെ പറ്റി എന്തെങ്കിലും നല്ലത് പറഞ്ഞു കണ്ടാൽ പ്രിയപ്പെട്ട സഖാക്കളെ എനിക്ക് തെറ്റുപറ്റി എന്ന് കരുതിക്കൊള്ളൂ എന്ന്. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പറ്റി നല്ലത് പറയുമ്പോൾ സുബ്രഹ്മണ്യന് പണം കൊടുക്കുന്ന നാഗ്പൂരാണെന്ന് അന്വേഷിക്കണോ സജീഷ്? സുബ്രഹ്മണ്യന് ശമ്പളം കൊടുക്കുന്ന നാഗ്പൂരിൽ നിന്നാണോ എന്ന് അന്വേഷിക്കണോ സജീഷ്? പറയട്ടെ ഹാഷ്മി, ഇങ്ങനെ താങ്കൾ സത്യത്തിൽ എനിക്ക് പ്രകോപിതനാകണമെങ്കിൽ താങ്കളുടെ ഇൻട്രോയിൽ തന്നെ പ്രകോപിതമാകാമല്ലോ. ഞാൻ കേട്ടില്ലല്ലോ. ഒരുപാട് പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുമോ? അഞ്ച് സംസ്ഥാനങ്ങളിലെ ജില്ലകളിലാണ് എന്ന തിരിച്ചറിവ് അവർക്കറിയാം. അതുകൊണ്ട് വർഗപരമായി തൊഴിലാളി വർഗവും കർഷക വർഗവും ഉൾപ്പെടെയുള്ള വർഗങ്ങൾ സംഘടിക്കാൻ വേണ്ടി പാടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും വർഗീയ ഐക്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രമേൽ ശത്രുത ഈ സംസ്ഥാനത്തോടും ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ശക്തമാണ് എന്നതുകൊണ്ട് പൊതുവായും കാണിക്കുന്നത്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയാണ്. അത് ഈ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മറ്റൊരുപക്ഷത്തിന് ജിഹാദ് നടത്താനുള്ള സ്ഥലമാക്കി ഈ കേരളത്തെ മാറ്റിയിരിക്കുന്നു. എന്റെ ചോദ്യം, താങ്കൾ ഈ പറഞ്ഞ രീതിയിൽ കേരളത്തെ മന്ദയിൽ അധിക്ഷേപിക്കാൻ നീക്കം നടത്തിയവർക്കെതിരെ അന്വേഷണം വേണോ സജീഷ്? അന്വേഷണം വേണോ എന്ന വളരെ ലളിതമായ ചോദ്യമാണ്. താങ്കൾക്ക് അന്വേഷണം വേണമെങ്കിൽ വേണം എന്ന് രണ്ടേ വാക്ക് പറയാം. താങ്കൾക്ക് പറയാൻ കഴിയാത്തതിന്റെ പേടി എന്താണ് സജീഷേ? താങ്കൾക്ക് പറയാൻ കഴിയാത്തതിന്റെ പേടി എന്താണ്? മുഖ്യമന്ത്രിയുടെ പേടി എന്താണ്? ശ്രീ ഹാഷ്മി, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ശ്രീ SK സജീഷും അതിനു മുൻപ് ശ്രീ പിണറായി വിജയനും അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ദ ഹിന്ദു ദിനപത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വിശദീകരണം ഒന്ന് നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അതായത് ദ ഹിന്ദു ഇവർ അംഗീകരിക്കുന്ന ശ്രീ SK സജീഷ് അംഗീകരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കരുത് എന്ന് പറയുകയും ചെയ്ത ദ ഹിന്ദു തന്നെ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നു, ഹിന്ദു മുഖ്യമന്ത്രിയെ അപ്രോച്ച് ചെയ്തതല്ല ഒരു ഇന്റർവ്യൂ തരുമോ എന്ന് ചോദിച്ചു, മറിച്ച് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി ദ ഹിന്ദുവിനെ അപ്രോച്ച് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ഇന്റർവ്യൂ ചെയ്യാനായിട്ട് അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഈ 2 PR ഏജന്റുമാർ ഉണ്ടായിരുന്നു എന്നുമാണ് ദ ഹിന്ദു ഇവരെല്ലാവരും അംഗീകരിച്ച വിശദീകരണത്തിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ വിശദീകരണത്തിൽ തന്നെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ 2 കാര്യങ്ങൾ കള്ളമാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. ഒന്ന്, ദ ഹിന്ദു മുഖ്യമന്ത്രിയെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്താണ് ഒരു അഭിമുഖത്തിന് വേണ്ടി എന്ന കള്ളം പൊളിയുന്നു. 2,
ദ ഹിന്ദു അതിന്റെ ലേഖിക അതിന്റെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ സാന്ദർഭികമായി ആ ഖൈസൻ എന്ന് പറയുന്ന PR ഏജൻസിയുടെ പ്രതിനിധി ഇടയ്ക്ക് കയറി വന്നതാണ് എന്ന ആ മുഖ്യമന്ത്രിയുടെ വാദവും തെറ്റായി പോവുകയാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആ ഇന്റർവ്യൂവിനെ പറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എത്ര നിഷ്കളങ്കമായിട്ട് ശ്രീ ഹാഷ്മി എന്ന് പറഞ്ഞത്. നമ്മുടെ ആ തെക്കേലെ ദേവകുമാറിന്റെ മോനുണ്ടല്ലോ, ആ ദേവകുമാറിന്റെ മോൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു അഭിമുഖം ഒന്ന് ഹിന്ദുവിന് കൊടുത്തേരെ, അവർക്കും കച്ചവടമൊക്കെ അടങ്ങണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, നമ്മുടെ ദേവകുമാറിന്റെ മോൻ പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തത്. ആ ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ വളരെ നിർദോഷമായി ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ആ ലേഖി എന്നോട് പറഞ്ഞു, ഞാൻ വളരെ പ്രയാസമുള്ള ചോദ്യമൊക്കെ ചോദിച്ചു, അങ്ങോട്ട് ഗംഭീരമായിട്ട് മറുപടി പറഞ്ഞു. അപ്പോൾ അവരും എന്നെ അംഗീകരിച്ചു, ഞാനും എന്നെ അഭിനന്ദിച്ചു, എനിക്ക് ഞാൻ തന്നെ ഒരു ട്രോഫിയൊക്കെ തന്നു. നിന്നെ പോലുള്ള പരൽമീനുകൾ നീന്തി നടക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയം എന്ന ചെറുതോടല്ല ഇത്, വൻമീനുകൾ നീന്തുന്ന മഹാസമുദ്രമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇത് ആശാനും ഞാനും നോക്കി. സന്തോഷമായിരിക്കുന്നതിനിടയിൽ ഒരാൾ കയറി വന്നു. ആ കയറി വന്ന ആൾ ആരാണെന്ന് എനിക്കറിയത്തില്ല, പിന്നെ ദേവകുമാറിന്റെ മോൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഓ, ഇത്രയും നിഷ്കളങ്കനായ ഒരു മുഖ്യമന്ത്രി. എന്റെ ശ്രീ ഹാഷ്മി, ഇത്രയും നിഷ്കളങ്കനായ ഈ കുട്ടിത്തം പോലും വിട്ടുമാറാത്ത നിഷ്കളങ്കതയുള്ള ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതിനകത്ത് എന്റെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത് 3 റൗണ്ട് സല്യൂട്ട് കഴിഞ്ഞു ശ്രീ ഹാഷ്മി. ഇത് പറയുമ്പം കേരളീയ പൊതുസമൂഹത്തോടാണ് പറയുന്നതെന്നുള്ളൊരു ബോധ്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടാകണ്ടേ? പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് അങ്ങേക്ക് അറിയാമല്ലോ, ഒരു മാധ്യമ സമ്മേളന ഒരു മാധ്യമ പ്രവർത്തകർ എല്ലാവരും കൂടി വന്നപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രൈവറ്റായ ഇന്റർവ്യൂ അദ്ദേഹത്തിന്റെ മുറിക്കകത്ത് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരാൾ അനുവാദമില്ലാതെ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഈ നിമിഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ സജീഷ് പറയുന്ന പോലെ കോടാനുകോടി രൂപ RSSകാർ വിലയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. RSSകാർ വിലയിട്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സെക്യൂരിറ്റി ബ്രീച്ചിന്റെ പേരിൽ കേരള ഹൗസിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അധികമായി നിയമിച്ചിരിക്കുന്ന കമാൻഡോസിനെ ഇന്ന് തന്നെ സസ്പെൻഡ് ചെയ്യണം. കാരണം കടുത്ത സെക്യൂരിറ്റി ബ്രീച്ച് അല്ലേ. ഒരു മാധ്യമ സമ്മേളന ഹാളിലെ കാര്യങ്ങൾ കയറി വന്നു എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അത് നടക്കില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ കൃത്യമായി ID കാർഡ് കാണിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടു കൂടി മാത്രമേ മാധ്യമ സമ്മേളന മുറിക്കകത്ത് പോലും ഒരാൾക്ക് കയറാൻ കഴിയുള്ളൂ. കൃത്യമായി പ്രൈവറ്റായ ഒരു ഇന്റർവ്യൂ നടക്കുന്ന ഒരു റൂമിനകത്തേക്ക് ആരോ ഏതോ മേൽവിലാസം ഇല്ലാത്തൊരുത്തൻ കയറി വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രീ പിണറായി വിജയൻ, അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും കേരളീയ പൊതുസമൂഹത്തിന് കള്ളം പറയുന്നതിന്റെ പേരിൽ അനുനിമിഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങേ ഓർമ്മപ്പെടുത്തുവാനായിട്ട്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ ട്രെൻഡിംഗ് ആയ ഒരു വീഡിയോ ഉണ്ട്. ഏതൊരു ശ്രീകൃഷ്ണനൊക്കെ ഉള്ള ഒരു സീരിയലിന്റെ ഡയലോഗാണ്. അതിനകത്ത് ശ്രീകൃഷ്ണന്റെ ആദ്യം നമ്മളൊരു സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തിനകത്ത് ഈ ശ്രീകൃഷ്ണൻ പറയുന്നൊരു ഡയലോഗ് രാധയോട്. ശ്രീകൃഷ്ണൻ പറയുകയാണ്, വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ് രാധെ. അപ്പോൾ തിരിച്ച് രാധ പറയുകയാണ്, അതിനുള്ള ധനം തന്നത് ഞാനാണ് കൃഷ്ണ എന്ന് പറയുന്നത് പോലെയാണ് ഈ പിണറായി വിജയൻ അജിത് കുമാർ തമ്മിലുള്ള സംഭാഷണം. അജിത് കുമാർ പിണറായി വിജയനോട് പറയും, തില്ലങ്കരി തൊട്ട് ഹൊസബല്ലെ വരെയുള്ള RSS നേതാക്കന്മാരെ കണ്ടത് ഞാനാണ് വിജയ. അപ്പോൾ തിരിച്ച് പിണറായി വിജയൻ പറയുന്നു, അതിനുള്ള സഹായം ചെയ്തു തന്നത് ഞാനാണ് അജിത്തെ. അപ്പോൾ വീണ്ടും അജിത് കുമാറിന്റെ ഡയലോഗ്, അജിത് കുമാർ എന്താ പറയുന്നത്, ഞാൻ RSS ഒരുപാട് സഹായിച്ചിരുന്നു വിജയ. അപ്പൊ തിരിച്ച് വിജയന്റെ മാസ് മറുപടി, ഞാൻ RSSനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അജിത്തെ. സാരമില്ല വാസട്ടോ, നിങ്ങളൊരു കഥ പറഞ്ഞാൽ ഈ വിഷമെല്ലാം മാറും. പത്രസമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ പ്രത്യേകത ഹി പത്രസമ്മേളനമാണ്. അങ്ങയുടെ സുരക്ഷ ഞങ്ങളെ പോലും സംസാരിക്കാൻ അനുവദിക്കില്ല അങ്ങോട്ട്. അപ്പൊ എങ്ങനെയാണിത്? അങ്ങയുടെ കുടുംബത്തിന് വേണ്ടിയാണ് അങ്ങ് ചില കാര്യങ്ങൾ അജിത് കുമാറിന് വിട്ടുവീഴ്ച ചെയ്യുന്ന അൻവർ ആരോപിക്കുന്നത്. മാത്രമല്ല മരുമകന് വേണ്ടിയാണെന്നുള്ള ആരോപണങ്ങൾ വരുത്തി. ഇത് എന്തെങ്കിലും അടുത്ത ചോദ്യം ചോദിച്ചാൽ ഹി ഇതാ മറുപടി. ഇതുപോലെ ഏതൊരു PR ഏജൻസി എഴുതി കൊടുത്ത് ചിരിക്കാൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി ശബ്ദം ഇട്ടത്. ചിരിക്കാൻ പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചിരിക്കും. മുഖ്യമന്ത്രി എന്ത് ചെയ്യും? ചിരിക്കാൻ പറയുമ്പോൾ നാടക നടന്മാരൊക്കെ അഭിനയിക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് കാണിക്കും.